എല്ലാ PSC ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും P3 വാരിയേഴ്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത് 2025 ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 എത്രാമത്തെ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പാണ് നടന്നത്? 2025 എത്രാമത്തെ ഏഷ്യൻ കപ്പ് ചാമ്പ്യൻഷിപ്പാണ് നടന്നത്? 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പാണ് 2025 നടന്നത്. അപ്പോൾ 17ാമത് ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പാണ് 2025 നടന്നത്. വേദിയായത് UAE ആണ്. ഇപ്പോൾ 2025 നടന്ന 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് UAE ആണ്. വിജയിച്ചത് ഇന്ത്യ. ഇപ്പോൾ 2025 ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അപ്പോൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ 2025 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. എത്ര വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്? 5 വിക്കറ്റിനാണ്. 5 വിക്കറ്റിനാണ് ഇന്ത്യ 17ാം ഏഷ്യൻ കപ്പിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? സൂര്യകുമാർ യാദവാണ്. അപ്പോൾ 2025 നടന്ന 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവായിരുന്നു. 2025 നടന്ന 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഇന്ത്യ ഏതൊക്കെ വർഷങ്ങളിലാണ് ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത്? ഇന്ത്യ ആദ്യമായിട്ട് ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് 1984. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് 1984. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് എപ്പോഴാണ്? 1984 വിജയിച്ചത്. 84 വിജയിച്ചത്. രണ്ടാം നാൾ വിജയിച്ചത് 86 1986. പിന്നീട് 1990, 1995, 2010, 2016, 2018, 2023, 2025 വർഷങ്ങൾ ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു. അപ്പോൾ 17ാം ഏഷ്യ കപ്പാണ് 2025 നടന്നത്. വിൻ ചെയ്ത രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഏഷ്യ കപ്പ് വിജയിച്ചത്. 5 വിക്കറ്റിനാണ് പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. കൂടുതൽ തവണ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവാണ്. അതുപോലെ തന്നെ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് ഏറ്റവും കൂടുതൽ വിജയിച്ച രാജ്യം ഇന്ത്യ. 9 തവണയാണ് വിജയിച്ചത്. വർഷങ്ങൾ 2025, 2023, 2016, 2018, 2010, 1995, 1990, 1986, 1984 വർഷങ്ങൾ. ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയമാണ് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. ഇപ്പോൾ 2025 നടന്ന 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. ഈ ടൂർണമെൻറ്റിലെ ഫൈനലിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിലക് വർമ്മയാണ്. ഈ ടൂർണമെൻറ്റിൽ ഫൈനലിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിലക് വർമ്മയാണ്. ഈ ടൂർണമെൻറ്റിലെ ഫൈനലിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിലക് വർമ്മ. എന്നാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് കുൽദീപ് യാദവാണ്. കുൽദീപ് യാദവാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. എത്ര വിക്കറ്റാണ് എടുത്തത്? 17 വിക്കറ്റാണ്. 17 വിക്കറ്റാണ് കുൽദീപ് യാദവ് എടുത്തത്. 17 വിക്കറ്റാണ് കുൽദീപ് യാദവ് എടുത്തത്. ഏറ്റവും കൂടുതൽ 6 നേടിയ താരം അഭിഷേക് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ 6 നേടിയ താരം അഭിഷേക് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ 6 നേടിയത്. എത്ര 6 നേടിയത്? 19 6 ആണ് അദ്ദേഹം നേടിയത്. 19 6. അപ്പോൾ 19 6 ആണ് അഭിഷേക് ശർമ്മ നേടിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമാണ് കുൽദീപ് യാദവ്. എത്ര വിക്കറ്റ്? 17 വിക്കറ്റ്. ഏറ്റവും കൂടുതൽ 6 നേടിയ താരം അഭിഷേക് ശർമ്മ 19 6 ആണ് നേടിയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ്? അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ 6 നേടിയ താരവും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാരാണ്? അഭിഷേക് ശർമ്മയാണ്. റൺസ് 314 റൺസാണ് അദ്ദേഹം നേടിയത്. 314 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. 314 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. ഇപ്പോൾ 2025 നടന്ന 17ാം ഏഷ്യൻ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെ താരമായ തിലക് വർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവാണ്. ഏറ്റവും കൂടുതൽ 6 നേടിയത് അഭിഷേക് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. റൺസ് 314 റൺസാണ്. മാൻ ഓഫ് ദി ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട താരം മാൻ ഓഫ് ദി ടൂർണമെൻറ്റാണ് അഭിഷേക് ശർമ്മ. 2025
മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ കുൽദീപ് യാദവ്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുൽദീപ് യാദവാണ്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുൽദീപ് യാദവിനെയാണ്. ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടുന്നത്. അതുപോലെ ടൂർണമെൻറ്റിൽ ഒരു തോൽവി പോലും ഇല്ലാതെയാണ് ഇന്ത്യ വിജയിച്ചത്. ടൂർണമെൻറ്റിൽ ഒരു തോൽവി പോലും ഇല്ലാതെയാണ് ഇന്ത്യ വിജയിച്ചത്. ഇപ്പോൾ 2025 ടൂർണമെൻറ്റിൽ ഒരു തോൽവി പോലും ഇല്ലാതെയാണ് ഇന്ത്യ വിജയിച്ചത്. അതുപോലെ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടുന്നത്. ഈ ടൂർണമെൻറ്റിൽ പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയം നേടി. ഈ ടൂർണമെൻറ്റിൽ പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയം നേടി. ഈ ടൂർണമെൻറ്റിൽ പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനെതിരെ എന്ത് ചെയ്തു? വിജയം നേടിയിട്ടുണ്ട്. എന്നാൽ ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. കാരണം എന്നാണ്? പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് കപ്പ് ഏറ്റുവാങ്ങാൻ ഇന്ത്യ ടീം വിസമ്മതിച്ചു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മൊഹസിൻ നഖ്വിയിൽ നിന്നും കപ്പ് ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചു. 2025 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയാണ് വിജയിച്ചത്. വേദിയായ രാജ്യം UAE ആണ്. അതുപോലെ ഫൈനൽ മത്സരം വേദിയായ സ്റ്റേഡിയമാണ് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് വേദിയായത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ആരാണ്? കുൽദീപ് യാദവാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കുൽദീപ് യാദവിനെയാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനൽ ഏറ്റുമുട്ടുന്നത്. 2020 നടന്ന 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പാണ്. ഇന്ത്യ 9 തവണ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ട് ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് 1984 അതിനുശേഷം 1986 1990 1995 2010 2016 2018 2023 2025 ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ 2025 നടന്ന 17ാം ഏഷ്യ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ 6 നേടിയത് അഭിഷേക് ശർമ്മയാണ്. എത്ര 6 ആണ് നേടിയത്? 19 6 ആണ് അഭിഷേക് ശർമ്മ നേടിയത്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ആരാണ്? അഭിഷേക് ശർമ്മയാണ്. 314 റൺസാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ആര്? സൂര്യകുമാർ യാദവാണ്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.